ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു തനി നാടൻ കറിയുടെ റെസിപ്പിയാണ്. ഇതെന്ന് പറയുന്നത് ഒരു പാലക്കാടൻ ഏരിയയിലോട്ടൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് കറിയാണ്. ഇതിന് പറയുകയാണെങ്കിൽ പാലക്കാടൻ പയർ പുളിങ്കറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പീസ് ഐറ്റംസ് എല്ലാം എടുത്ത് അരികിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഒരു പാൻ എടുത്തു. ആ പാനിലേക്ക് 2-3 ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നീട് ഇവിടെ ഇതിൽ പുളി എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ ആണ്. പുളിക്കായിട്ട് ചേർക്കുന്നത് ടൊമാറ്റോ ആണ്. അപ്പോൾ ടൊമാറ്റോയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണം അത്രയും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ അച്ചിങ്ങാപ്പയറുണ്ടല്ലോ, നമ്മുടെ വള്ളിപ്പയർ, അത് നീളത്തിൽ കട്ട് ചെയ്തത്, അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടൊരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒരു കൂടിപ്പോയ ഒരു 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു തനി നാടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെയ്തത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് വയറു നിറയെ ചോറുണ്ണാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം വറുത്തതോ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പം ഇന്നലെ ഞാൻ ലഞ്ചിന് ഒരുപാട് കറികളൊന്നും വെച്ചില്ല. ഈ ഒരു പയർ പുളിങ്കറി മാത്രമേ ഞാൻ ചോറിന് വെച്ചത്. ഒരു ചിക്കൻ ഫ്രൈയോ ഒരു എഗ്ഗ് ഫ്രൈയോ ഒരു പപ്പടം പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങ് രസം പോലെ അങ്ങ് ഒരുപാട് ഒഴിച്ചിട്ട് ചോറിന് കഴിക്കായിരുന്നു ഇന്നലെ ചെയ്തത്. ഭയങ്കര ടേസ്റ്റാണ്, പിന്നെ ഹെൽത്തിയുമാണ്. നല്ല രീതിയിൽ പയറും തക്കാളിയും എല്ലാം ഇതിൽ ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓണാക്കി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി വിടുകയാണ്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലി ചേർത്തു, ടൊമാറ്റോ ചേർത്തു, അതുപോലെ തന്നെ പച്ചപ്പയർ ചേർത്തു. പിന്നെ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കാരണം നമ്മുടെ ഈ അച്ചിങ്ങാപ്പയർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വേവുണ്ടല്ലോ. അപ്പോൾ അച്ചിങ്ങാപ്പയറും നമ്മുടെ ഈ വള്ളിപ്പയർ, ഈ ഒരു പയറും തക്കാളിയും നല്ല രീതിയിൽ വെന്ത് വരണം. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് അത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കറിയുടെ പരിപാടികൾ കഴിഞ്ഞില്ല. ആ ഒരു തക്കാളിയും പയറും വേവുന്ന ടൈമിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കയറാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കുറച്ച് തേങ്ങയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറുജീരകം, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഈ തേങ്ങയിലേക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കണ്ട. കാര്യം എന്താ വെച്ചാൽ പൊടികൾ നമ്മൾ കറിയിലേക്ക് ഇട്ടല്ലോ. അപ്പോൾ ആ കറിയിലേക്ക് ഇട്ട ആ ഒരു പൊടികൾ മാത്രം മതി ഈ കറിക്ക്. വേറെ പ്രത്യേകിച്ച് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ എടുത്തു. പിന്നെ വളരെ കുറച്ച് ചെറുജീരകം ഇട്ടു. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു. പിന്നെ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അങ്ങനെ പൊതുവേ ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ റെഡിയാക്കി കഴിച്ചിട്ടുള്ള ഒരു കറിയല്ല. പിന്നെ എൻ്റെ പാലക്കാടൊക്കെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഞാനിത് പാലക്കാടൻ സ്പെഷ്യൽ പയർ പുളിങ്കറി എന്ന് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഈ പാലക്കാടുകാർക്ക് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഒരു മുളക് വറുത്ത പുളി, അങ്ങനെയുള്ള പല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് സിമ്പിളാണ്. ചോറിനിങ്ങനെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് അവർക്ക് അവരുടേതായിട്ടുണ്ട്. അപ്പോൾ പാലക്കാടൻ മുളക് വറുത്ത പുളിയും ഈ ഒരു പാലക്കാടൻ പയർ പുളിങ്കറിയും ഈ പുളി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒഴിച്ചുകറികൾ ഒരുപാട് ഈ പാലക്കാട് ഏരിയയിലോട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവാനായിട്ട് അടച്ചു വെച്ചു. പിന്നെ
പിന്നെ നമ്മുടെ ജീരകവും തേങ്ങയുടെ മിക്സ് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ പയറ് തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ കംപ്ലീറ്റ് വേവായിട്ടില്ല. കുറച്ച് ഇപ്പോൾ ഒന്ന് കടിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അലിയണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ ഈ ഒരു പുളിങ്കറിയുടെ ടേസ്റ്റ്. ഞാനും ആദ്യം പുളിങ്കറി എന്ന് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു നമ്മുടെ പുളി വല്ലതും പിഴിഞ്ഞൊഴിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. അല്ല, ഈ തക്കാളിയുടെ പുളിനെയാണ് നമ്മൾ പുളിങ്കറി എന്ന് കൂട്ടി വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് വേറെ എന്താണ് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസോ ഒന്നും വേണ്ട. കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ വള്ളിപ്പയറുണ്ടല്ലോ, ഈ ഒരു പയർ വാങ്ങിക്കുമ്പോൾ എന്താണെങ്കിലും ഈ ഒരു കറി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാനത് കഴിച്ചു. നല്ല ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്ന ഓരോ റെസിപ്പീസും ഓരോ വിഭവങ്ങളും ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി അത് കഴിച്ച് ടേസ്റ്റാണ് എന്ന് കോൺഫിഡൻസ് തോന്നുന്ന ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാറ്. ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെടാത്ത റെസിപ്പീസ് ഞാൻ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കണം. ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കാര്യം ഞാൻ കഴിച്ച് ഇഷ്ടപ്പെടുന്ന നല്ല രുചികരമാണെന്ന് തോന്നുന്ന റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തേങ്ങയുടെ ആ ഒരു അരപ്പ് നമ്മുടെ പയറ് തക്കാളിയിലേക്ക് ചേർത്തു. എന്നിട്ട് നമ്മൾ ഇനിയൊന്നും തിളയ്ക്കുകയൊന്നും വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ലോ ആക്കുവോ ഫ്ലെയിം ഓഫ് ആക്കുവോ എന്ത് വേണേൽ ചെയ്യാം. പിന്നെ അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരികയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാൻ എടുത്തു. പാനിലേക്ക് കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. കുറച്ച് കൂടുതൽ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചതിന് ശേഷം 2-3 വറ്റൽമുളക് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് കറിവേപ്പിലയോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഇടുന്നില്ല. ഈ ഒരു കറിയുടെ രീതി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഒരു കറിയുടെ രീതി എന്ന് പറയുന്നത്. പിന്നെ വെളിച്ചെണ്ണ നമ്മൾ എണ്ണ ആദ്യം തൊട്ടേ ചേർക്കുന്നില്ലല്ലോ, കംപ്ലീറ്റ് വെള്ളത്തിലാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ചേർത്താലും ഓക്കെയാണ്. ആ കറിയുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ ആ ഒരു അരപ്പിലേക്ക് നമ്മുടെ ആ ഒരു കറിയിലേക്ക് താളിച്ച് ഊറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടതിന് ശേഷം ഒന്ന് അടച്ച് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കറിക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വറ്റൽ മുളകും ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവൊക്കെ കൂട്ടുവോ കുറയ്ക്കുവോ ഒക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പാലക്കാടൻ പയർ പുളിങ്കറി ടേബിളിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. വളരെ അടിപൊളിയാണ്, ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഈ ഒരു ഐറ്റം എൻ്റെ ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് വെച്ചതാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് വെച്ച് നോക്കുന്നത്, ചോറിന് കൂട്ടുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് വള്ളിപ്പയർ, കുറച്ച് അച്ചിങ്ങാപ്പയറും ഒരു തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഞാനിത് വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു 4-5 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി. ചോറിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ വെച്ചില്ലായിരുന്നു. കുറച്ച് പപ്പടവും പൊരിച്ച് ഈ ഒരു കറിയും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒഴിച്ചുകറിയൊക്കെ വെക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് തോരനോ മെഴുക്കുവരട്ടിയോ ഒന്നും കൂട്ടി കഴിക്കരുത്. ആ ഒരു കറി ഒരുപാട് ഒഴിച്ച് ആസ്വദിച്ച് കഴിക്കണം. എങ്കിലാണ് ഭയങ്കര ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പാലക്കാടൻ പയർ പുളിങ്കറി എന്ന് പറയുന്നത്. ഒരു തനി നാടൻ വിഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ വെജിറ്റേറിയൻകാർക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ തന്നെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്ത ഒരു കറിയായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ് എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കണ്ടറിയാം ചോറിലേക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, ഞാനൊന്ന് മനഃപൂർവ്വം വയ്ക്കാഞ്ഞാണേ. അപ്പോൾ ചോറും അതുപോലെ തന്നെ അതിലേക്ക് ഒരുപാട് നമ്മുടെ പുളിങ്കറിയും കൂടെ എടുത്തൊഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളിത് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു.